നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മനേ നമോ. സപ്തസാഗരങ്ങളും സപ്തദീപങ്ങളും അങ്ങെത്ര വിസ്താരമെന്നും തത്ര ലക്ഷണങ്ങളും വ്യക്തമായി അരുൾ ചെയ്തിടണം അടിയനോട്. എത്രയും വളർന്നുള്ള പാപങ്ങളകലുവാൻ അവ്യക്തസ്വരൂപമാമീശ്വര സ്ഥൂലരൂപം സുവ്യക്തമമ്മാറ്ററിഞ്ഞിടുവാൻ ആക്കാമെടോ. ഞാനറിഞ്ഞതു ചൊല്ലാമെനിക്കാകുന്ന വണ്ണം ആനന്ദം നിനക്കതിലുണ്ടെന്നു തോന്നുകയാൽ. എങ്കിലോ ഭൂമണ്ഡല സംസ്ഥാനം നടേ ചൊല്ല. മംഗലം വരേണമേ ദൈവമേ നാരായണ. ഭൂമിയിൽ വ്യത്യസ്തമായിരുന്നു ജംബുദീപം ഭൂമിപാലക സമവൃത്തമായുള്ളു കേൾനി. വിസ്താരം 100,000 യോജനയുണ്ടു താനും. പൃഥ്വിനായക പുനരൊമ്പതു വർഷവും മര്യാദാപർവ്വതങ്ങൾ 8 അറിയണം. പര്യായത്തോട് പറഞ്ഞിടുവനവനെയും ഞാൻ. ഇതിൻ്റെ നടുവിലായി ചൊല്ലേഴും മഹാമേരു. അതിൻ്റെ ഉയരമോ യോജന 100,000. മുകളിൽ 30,000 യോജന വഴി സുഖമേ സമവൃത്തമായിരിപ്പോന്നു താനും. നീളത്തിൽ 16,000 യോജന വഴി മേളത്തിൽ കുഴിനാടുണ്ടായിരം. മറ്റതെല്ലാം ഇങ്ങനെ ഇരിക്കുന്ന മേരുവ മലതൻ്റെ അങ്ങഹോ വടക്കുണ്ട് 3 പർവ്വതങ്ങൾ പോലെ. അത്രികൾ അവ 3 കിഴക്കു പടിഞ്ഞാറാം അപ്തികൾ 2നോടും ചെന്നെത്തിക്കിടക്കുന്നു. 3 മേരുവിനോടടുത്തു തെക്കേ ശൈലം. നീലമാകുന്നതല്ലോ നടുവിൽ ഛേദമല്ലോ. ശൃംഗവാനെല്ലാറ്റിലും വടക്കേ ശൈലമല്ലോ. തെക്കും ഇങ്ങനെ 3 മര്യാദാപർവ്വതങ്ങൾ. വടക്കേതാദിയായിട്ടവറ്റിൻ്റെ പേരു ചൊല്ലാം. നിഷദം ഹേമകുടം ഹിമവാനെന്നു ക്രമാല് അഴകോടധികന്മാർ ചൊല്ലുന്നു നടേ നടേ. കിഴക്കുണ്ടൊരു ശൈലം ഗന്ധമാദനമതു. വടക്കു നീലത്തോളം നിഷദത്തോളം. തെക്കും ഈ വണ്ണം. തെക്കു വടക്കുണ്ടല്ലോ പടിഞ്ഞാറും മാല്യവാൻ നിഷദ നീലങ്ങളോളവുമെടോ. നീലത്തിൻ വടക്കേതു രമ്യകവർഷം. പിന്നെ കേളത്തിൻ വടക്കേതു ചൊല്ലേഴും കിരൺമയം. പിന്നെ അങ്ങതിൻ വടക്കേതല്ലോ ഗുരുവർഷം എന്നതിനൂടെ തെക്കേതായതു ഹരിവർഷം. ഹേമകുടത്തിൻ തെക്കേതായതു കിംപുരുഷം. ഭൂമിശാഹിമാനു തെക്കു ഭാരതവർഷം. ഗന്ധമാദനത്തിനു കിഴക്കേതാകുന്നതും സന്തതം ഭദ്രാശ്വമാം വർഷമെന്നറിയടോ. മാല്യവത്കിരിയുടെ പടിഞ്ഞാറേടം ഹേതു. മാലമങ്ങെല്ലാറ്റിനും നടുവിൽ ഇളാവൃതം. ഇച്ചൊന്ന പർവ്വതങ്ങൾ 8 ഉയരങ്ങൾ നിശ്ചയം 10 സഹസ്രം യോജന പോലെ. വണ്ണവും 2,000 യോജനയുണ്ടെന്നല്ലോ പുണ്യവാന്മാര കാലാവേദികൾ പറയുന്നു. 9 വർഷവും വിസ്താരം ഒരുപോലെ. 9,000 യോജനയുണ്ട് അറിഞ്ഞാലും. പിന്നെയും മഹാമേരു തനിക്കുന്നായിട്ടുണ്ട്. മന്നവാ 4 പാടും ഓരോരോ ശൈലേന്ദ്രന്മാർ.
മന്ദരമെന്നും മേരുമന്ദരമെന്നു ചെമ്മി. പിന്നേത് സുപാർശ്വവും കുമുദമെന്നു നാമം. നാലിനും ഉണ്ട് 10,000 യോജനകൾ. ചാലേ വിസ്താരമതിന്മേലോരോരോ മരങ്ങളും. കിഴക്കേതാദിയായിട്ടവറ്റിൻ പേരു ചൊല്ലാം. ഉണ്ടല്ലോ തേന്മാവതിൻ മുമ്പേലേതനുക്രമാല്. രണ്ടാമതുടൽ ഞാവൽ കടമ്പും പേരാലന്ത്യം. 1,100 യോജന ഉയരമുണ്ട്. ഉണ്ടായതാ ശാഖകളും അത്രയും ഉണ്ട് എല്ലാറ്റിനും. ചുവട് ചുറ്റും 100 യോജനയുണ്ടെങ്കെല്ലാം. അവിടെ മുകളിലുണ്ടോരോരോ പൊയ്കകളും. അവറ്റിൻ പാലും തേനും ശർക്കര ശുദ്ധജലം. അവറ്റെ സേവിച്ചല്ലോ ഗന്ധർവാദികളെല്ലാം. യോഗങ്ങൾ ഐശ്വര്യങ്ങൾ എന്നിവയുണ്ടാകുന്നു. പകതേയത്താൽ സർവകാമസിദ്ധിയുമുണ്ടാം. ഉൾത്താരിലത്യാനന്ദ സിദ്ധമായി വിളങ്ങിയിടും. ഉദ്യാനങ്ങളും ഓരോന്നുണ്ട് അവനാലിന്മേലും. നന്ദനം ചൈത്രരഥം ചൊല്ലേഴും വൈപ്രാജകം. പുണ്യവർത്തനകരം സർവതോ ഭദ്രമെന്നും. ക്രമത്താൽ അവറ്റിനു നാമങ്ങളതുകളിൽ. അമർത്യാജനം ക്രീഡിച്ചിരിപ്പും നിരന്തരം. മന്ദരമൂർത്താവിങ്കൽ നിന്നു തേന്മാവിൻ ഫലം. വൃന്ദങ്ങളെല്ലാം ചില പർവ്വതങ്ങളെപ്പോലെ വളർന്നു പഴുത്തു വീണുടഞ്ഞു തകർന്നുടൻ അലിഞ്ഞു കൂടിയിടുന്ന രസങ്ങൾ ഒന്നിച്ചല്ലോ. നമ്മുടെ മുകളിൽ നിന്നങ്ങകോ കിഴക്കോട്ടെ അന്വേഹമൊഴുകുന്നത് അരുണോദയ നദി. അതിലെ വെള്ളം അനുഭവിക്ക നിമിത്തമായി അധികം മനോജ്ഞമാം സൗരഭ്യമുണ്ടാകുന്നു. അജലാത്മജയാകും ഈശ്വരീ ദേവിയോട് അനിശം അനുചരിച്ചിടിന ദേവികൾക്കു ആവണ്ണം തന്നെ മേരുമന്ദരമൂർത്താവിങ്കൽ സർവദാ നിൽക്കും ഞാവൽ തന്നുടെ പഴങ്ങളും. കേവലം ഓരോന്നോരോന്നോ ഗജങ്ങളോളം പോരും. ആവോളം വളർന്നു മൂത്തവയും പഴുത്തുടൻ വീണുടഞ്ഞൊരുമിച്ചുണ്ടാകുന്ന രസങ്ങളിൽ ക്ഷോണിയിൽ ജംബു നദി എന്നുള്ള നാമത്തോടും കൂടവേ തെക്കോട്ടേക്ക ഒഴുകിയിടുന്നത്. തിരുപാടുമുള്ളൊരു മണ്ണും അതിൻ്റെ രസവുമായി ചേർന്നു ഉണങ്ങിയിടും നേരത്തുണ്ടാകുന്നതു തന്നെ. പ്രാഗ്നിവം ജാമ്പു നദമെന്ന പോന്നതിനാലേ നിത്യവും ദേവാദികളൊക്കെ അംഗങ്ങൾ തോറും പ്രത്യേകം അലങ്കരിച്ചിടുന്നു നിരന്തരം. പിന്നെയ സുപാർശ്വത്തിന്മേൽ നിൽക്കും കടമ്പതു തന്നുടേ ബാഹുക്കളാ ശൃംഗങ്ങൾ ഇടതോറും. നിന്നുടൻ പൊട്ടിയൊലിച്ച് 5 ചുറ്റായുള്ള ബിന്ദുക്കൾ മധുമയ ധാരകൾ വീണു പടിഞ്ഞാറോട്ടു നോക്കിയൊഴുകിയിടുന്നു നിത്യം തടഞ്ഞിടാതെ മഹാവാഹിനിപുരത്തോളം. അവറ്റെ ഉപജീവിക്കുന്നവരുടെ മുഖം 100 യോജന വഴി സൗരഭ്യം പരത്തുന്നു. കദംബ വൃക്ഷത്തിൻ്റെ കോടരത്തിങ്കൽ നിന്നും ജനിക്ക കൊണ്ടു കാദംബരിയാം പേരുണ്ടായി. കുമുദത്തിങ്കൽ ശതവലിഷമെന്ന പേരാല് അതിൻ്റെ സ്കന്ധങ്ങളിൽ നിന്നുടനുണ്ടാകുന്നു. പാല്
തൈര് നെയ്യും ചോറും പുടവ പട്ടുകളും ആഭരണാസന ശയ്യാദികൾ ഇവ മറ്റും നദങ്ങളായി വടക്കോട്ടൊഴുകുന്നതോ നിത്യം. അതുകൊണ്ടനുഭവിച്ചിടിന ജനങ്ങൾക്ക് തളർച്ച ജരാനരവ്യാധികളാദികളും അപമൃത്യു കളിവയെല്ലാം. ഇങ്ങനെ ഭൂമണ്ഡലമാകുന്ന കമലത്തിൻ കർണികയാകും മഹാമേരുവിൻ ചുഴലവും കേസരഭൂതങ്ങളായി പർവ്വതം പലതുണ്ട്. വാസവാദികളുടെ ദിക്കുകൾ ഇടതോറും അരികെ മഹാമേരുവാകും അദ്രിക്കു പരിസ്മരണയായിട്ട് 7 പർവ്വതമുണ്ടു. പിന്നെ ഉയരം 2000 യോജന അവയെല്ലാം. ഇടവും അത്രേ തന്നെയുണ്ടേതും കുറയാതെ 18,000 യോജന നീളവും ഉണ്ടങ്ങ്. അതിനൊക്കെയും തെക്കു വടക്കായി കിഴക്കല്ലോ. ജഡരദേവകുട പർവ്വതവരങ്ങൾ മറ്റ് ഉടനെ കീഴ്മേലായ നീളത്തിൽ തെക്കാകുന്നു. കൈലാസകര വീരദ്വയങ്ങൾ പടിഞ്ഞാറേ ശൈലങ്ങൾ നീളം തെക്കുവടക്കായി. അതുപോലെ പവനവാരിയാത്രാഖ്യ ജലവരങ്ങൾ മറ്റവനീപതേ നീളം കിഴക്കു പടിഞ്ഞാറായി. ശൃംഗമകരങ്ങളിങ്ങനെ പേരായി 4 ദിശയെങ്കിലും ഈ 2 ജലവരങ്ങൾ പോലെ ഇങ്ങനെയെല്ലാം അലങ്കൃതമാം മഹാമേരു. അങ്ങതിൻ മുകളിലുണ്ട് 9 രാജധാനി എന്നതിൽ നടുവിലേതാംബുജോത്ഭവൻ തനിക്ക് ഇന്ദ്രാദിലോകപാലന്മാർക്കും മറ്റെല്ലാം 8 ചിത്രമായി 16,000 യോജന വഴി വിസ്താരം സമചതുരശ്രമമായുള്ളുതാനും. 3 ലോകവും മുന്നം ഭഗവാൻ നാരായണൻ 3 അടിയാക്കി അളന്നീടിന കാലത്തിങ്കൽ മേൽപോട്ടേക്കുയർത്തിയ തൃക്കാൽ നഖം കൊണ്ടിട്ട് ആത്മയോന്യാണ്ടം പിളർന്നുടേ അങ്ങകം പോക്കു. ബാഹ്യജീവനാധാരം ഗംഗയെന്നെല്ലാടവും പാവനകരം പാപശാന്താർത്ഥം പ്രസിദ്ധയായി ബ്രഹ്മാണ്ഡ കമല നാളാന്താഗ്രേ പോയി വീണു. നിമ്നമാർക്കേണ 4 കൈവഴിയൊഴുകിപ്പോയി 4 ദിക്കിലും 4 നാമങ്ങളോടുകൂടി 4 സാഗരങ്ങളും പ്രാപിച്ചിടുന്നു നിത്യം. എന്നതിൽ കിഴക്കോട്ടേക്കൊഴുകുന്നതും സീത ചെന്നുടൻ ഇന്ദ്രരാജധാനിതൻ നടുവേ പോയി. ചെന്നുടൻ ഇന്ദ്രരാജധാനിതൻ നടുവേ പോയി. ഗന്ധമാദനമായ പർവ്വതത്തിന്മേൽ വീണു. സിന്ധുവിനോളം ഭദ്രാശാക്യമാം വർഷത്തോടെ സന്തതം വേഗേന പോയിടുന്നു തെക്കോട്ടും. ചെന്നന്തകപുരിയുടെ നിത്യവും അതുപോലെ സമ്പ്രായതാകാരമായ അളകനന്ദാക്കിയും സമ്പ്രതി നിഷദവും ഹേമകുടവും നേരെ കടന്നു ഹിമവാൻമേൽ വീണവിടുന്നു. പിന്നെ പടർന്നു ചെന്നു പാരതാക്യമാം വർഷത്തോടെ
ദക്ഷിണ സമുദ്രത്തിൽ കൂടുന്നു പടിഞ്ഞാറേ. ചക്ഷുസാകുന്ന നദി വരുണ രാജ്യത്തൂടെ പോയുടൻ മാല്യവാന്റെ മുകളിൽ വീണു പിന്നെ പായുന്നു കേതുമാലമാകിയ വർഷത്തൂടെ. പാരാതെ പടിഞ്ഞാറേ സാഗരം പ്രാപിപ്പോളം പാരതിൽ സോമപുരിയുടെ ഭദ്രയും പിന്നെയും കേവലം വടക്കോട്ടും നീലക്ഷേതങ്ങൾ കടന്ന് ആവോളം വേഗത്തോടെ ശൃംഗവാൻ തന്മേൽ വീണും പോയുടൻ ഗുരുവർഷത്തോടെ വാരുതിയോളം മായമെന്നിയേ നീളെ പായുന്നു നിരന്തരം. ഇങ്ങനെയുള്ള നവകണ്ഠമീ ജംബുദ്വീപില് ഇങ്ങിക കർമ്മക്ഷേത്രം ഭാരതമൊന്നേയുള്ളൂ എന്നതിൻ പ്രജകൾക്ക് കർമ്മഭേദങ്ങൾക്കൊത്ത വണ്ണമുള്ള അനുഭൂതി സർവവും വന്നിടുന്നു. മറ്റുള്ള വർഷങ്ങളങ്ങെട്ടുകേൾ സ്വർഗലോകം മുറ്റുമങ്ങനുഭവിച്ചുള്ളവർക്കെല്ലാവർക്കും പുണ്യശേഷങ്ങൾ അനുഭവിപ്പാനായി കൊണ്ടത്രേ പുണ്ടരികോത്ഭവൻ താൻ നിർണയിച്ചിരിക്കുന്നു. അപത്യൻ പ്രജകൾക്ക് 10,000 തപസ്സാഭേദമൊഴിഞ്ഞ് ആയുസുണ്ടെല്ലാ നാളും 10,000 ആനയ്ക്കുള്ള ശക്തിയും പൂണ്ട് ശതകോടികൾക്കൊക്കെ ദേഹകാഠിന്യങ്ങളും നാരികളൊടുക്കമോരോന്നുടൻ ഗർഭിച്ചതിൽ നാരിയും പുരുഷനും കൂടെയുണ്ടാകും താനും. കാലവും ത്രേതായുഗ തുല്യമായി എല്ലാ നാളും പാലിക്കുമല്ലോ ജഗന്നാഥനാം നാരായണൻ. അടുത്ത ഭാഗം നാളെ.